ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ നൈറ്റ് ഔട്ട് നമ്മൾ ഹൈലൈറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം അവിടെ മാക്സിൽ ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പം പോകുന്ന സമയം എന്ന് പറയുമ്പം തന്നെ ഏകദേശം രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഒരു ഇങ്ങനെ ഒന്ന് ഡൗട്ട് അടിച്ചിട്ട് പോകണോ വേണ്ടെന്നുള്ളൊരു ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഏകദേശം അവിടെ എത്തുമ്പം തന്നെ ഒരു 9-10 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 10 മണി വരെയൊക്കെ എന്തായാലും ഹൈലൈറ്റിൽ കടകൾ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും പാർക്ക് ചെയ്ത സ്ഥലം മാറിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. കാരണം തിരിച്ചു വരുമ്പോൾ അത് എവിടെ ഇറങ്ങണം എന്ത് ചെയ്യണം എന്നൊരു ഐഡിയയും കിട്ടില്ല. ഇത് കണ്ടെങ്കിൽ ലൈറ്റൊന്നും ഓഫ് ചെയ്യാതെ ആരോ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലിഫ്റ്റൊക്കെ കയറി കറക്റ്റ് തുറന്ന് എത്തിയത് എവിടെ അറിയോ, ഫുഡ് കോർട്ടിലാണ്. കറക്റ്റ് നമ്മുടെ മനസ്സറിന് അവിടെ കൊണ്ടേ ഇറക്കിയ പോലെ ഉണ്ട്. പക്ഷേ നമ്മൾ വന്ന ലക്ഷ്യം മാക്സ് ആണല്ലോ. അപ്പോൾ അവിടെ കയറിയിട്ട് പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മാക്സ് ലക്ഷ്യം വെച്ച് പോവാണ് കേട്ടോ. അപ്പോൾ മാക്സിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 99-ൻ്റെ എവിടെയെന്ന് വെച്ച് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ 99-ൻ്റെ ഏരിയയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുവിധം എല്ലാം കാലിയായിട്ടുണ്ട്. അപ്പോൾ ജൂവമോൾ ഇങ്ങനെ പാവക്കുട്ടിനെ വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഒക്കെ കുറേ പാവക്കുട്ടികളുണ്ട്. അതുകൊണ്ട് നമ്മളത് ആ ഭാഗം വല്ലാണ്ട് മെയിൻ ചെയ്തില്ല. പിന്നെ പോയാലൊരു കാര്യം ഉണ്ടായത് ഫിനൂനാണ്. ഒരു 3 ഷർട്ട്, ഒരു ഷർട്ടും 2 ടീഷർട്ടും എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റാൾ 10 മണി ആവാനായപ്പോഴത്തേനും അവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഏകദേശം ടൈം കഴിഞ്ഞിട്ട് അപ്പം വേഗം ബില്ല് ചെയ്ത് പാവക്കുട്ടിനെ ഒളിപ്പിക്കുന്ന സീനാട്ടങ്ങൾ കാണുന്നത്. ഒക്കെ കഴിഞ്ഞ് ജൂബമോൾ കരിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ ജൂബമോൾക്ക് പിസ്സയാണ് അവളുടെ ഫേവറേറ്റ്. അങ്ങനെ നമ്മൾ പിസ്സ കഴിക്കാൻ നല്ല ചൂടാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. എനിക്ക് അങ്ങനെ പിസ്സ വാങ്ങുമ്പോൾ അങ്ങനത്തെ കിട്ടില്ല. അപ്പോൾ കിട്ടപ്പോൾ ഞാനതിങ്ങനെ ആസ്വദിച്ച് അത് കഴിച്ച്. പിന്നെ കഴിച്ച് ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് ഓർമ്മ വന്നത് അതിൻ്റെ ടോപ്പിങ്സ് ഒന്നും ഇടാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. കാരണം കിട്ടിയൊരു ആക്രാന്തത്തിലേ അത് കഴിക്കണം. പിന്നെ അതൊക്കെ ഇട്ടുങ്ങാണ്ട് കഴിച്ചത് ഒരു പീസ് അത് എവിടേക്കേ പോയിന്ന് പോലും അറിയില്ല. ആ ഒരു ലാഘവത്തിലായിട്ട് അത് കഴിഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ പോയാൽ എപ്പോഴും ഓർഡർ ചെയ്യുന്ന സാധനം പാനിപൂരിയാണ്. അത് അവിടുത്തെ പാനിപൂരി നല്ല ടേസ്റ്റാണ്. നല്ല വൃത്തിയുള്ളൊരു നല്ല ടേസ്റ്റുള്ള പാനിപൂരിയാണ്. അപ്പം അത് ഓർഡർ ചെയ്ത് അതും കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് വായിലിട്ടപ്പോൾ തന്നെ ഒരു സാധനം ഇങ്ങോട്ട് കയറി. അപ്പം ഒരു എന്താ കുത്തലും ഇങ്ങോട്ട് കയറിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ലിഫ്റ്റിൽ കയറി നമ്മുടെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. പക്ഷേ എത്ര ഒരു വട്ടം കയറി ഇറങ്ങിയിട്ട് വന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. അങ്ങനെ കുറേ സമയത്തിനൊടുവിൽ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്താട്ടോ പോകുന്നത്. അപ്പം അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ്, പൊറാട്ട, ചിക്കൻ പൊരിച്ചത്, അൽഫാം അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പൊറാട്ടയും ചിക്കൻ പൊരിച്ചതാട്ടോ ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചൊരു 12 മണിയൊക്കെ ആവാനായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.